ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ തോരൻ്റെ റെസിപ്പി കണ്ടാലോ? സ്പെഷ്യലൊന്നുമല്ല കേട്ടോ, ഇതൊക്കെ തോരൻ വെക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് ചക്കപ്പൂതലാണ്. അപ്പോൾ ചക്കേൻ്റെയും മാങ്ങേൻ്റെയൊക്കെ സീസൺ തുടങ്ങിയല്ലോ അല്ലേ? ചക്കയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നൊരു ചക്ക, കുഞ്ഞു ചക്ക, ഇത് ചക്ക മൂക്കുന്നതിന് മുന്നേ ഉള്ള ഇളം ചക്കയാണ്. ഇടിഞ്ചക്ക, ചക്കപ്പൂതൽ എന്നൊക്കെ പറയും. ഇവിടെ ചക്കപ്പൂതൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തിയ മുള്ളുഭാഗത്തെ ഭാഗവും നടുക്കത്തെ ഭാഗവും നന്നായിട്ട് ചെത്തി കുനുകുനാന്നരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുക. വെള്ളത്തിലേക്ക് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കഴുകി വാരി ഒരു ചട്ടിയിലേക്ക് ഇടുക. എന്ത് കറിയും ചട്ടിയിൽ അടുപ്പത്ത് വെച്ച് വേവിക്കുന്നതിൻ്റെ ഒരു സ്വാദ് വേറെ തന്നെയാണല്ലേ. അപ്പോൾ അത് ചട്ടിയിൽ വേവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പാകത്തിന് വെള്ളമൊഴിച്ച്, അധികമൊന്നും അധികം ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോവും. എന്നാലും പാകത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക, ആവശ്യത്തിന് ഉപ്പിടുക, അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അപ്പം നമുക്കിതിനൊരു കൂട്ട് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എന്തായാലും ഇടും. അപ്പോൾ അതിനനുസരിച്ച് മഞ്ഞൾപ്പൊടി അധികം ആകാത്ത രീതിയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ച് തീ കത്തിക്കുക. അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ, കുറച്ച് സമയം. അപ്പോൾ അതൊന്ന് ചൂട് പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഇടാൻ ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ശരത്തേട്ടനാണ് തേങ്ങ ചിരണ്ടി തരുന്നത്. ഇതിലേക്ക് ലൈറ്റായിട്ട് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ വേണ്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ എടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി, കാന്താരി, ജീരകം. അപ്പോൾ ചെറിയുള്ളി ആണ് ഏറ്റവും നല്ലത്. ഇവിടെ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാന്താരി ഇല്ലാത്തവർക്ക് പച്ചമുളകും ചേർക്കാം കേട്ടോ. എരിവിന് ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് ചേർക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക, അധികം അരിഞ്ഞു പോകാൻ പാടില്ല. എന്നിട്ട് നമ്മുടെ ആവി വന്നുകൊണ്ടിരിക്കുന്ന ചക്കേൻ്റെ മുകളിലേക്ക് ഇത് വിതറി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് സമയം കൂടി വേവിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടണം. അതിലേക്ക് ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറിവേപ്പില ഇടാൻ മറക്കില്ല കേട്ടോ. കറിവേപ്പില ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പറയാൻ മറന്നുപോയതാണ്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി യോജിപ്പിക്കുക. അപ്പം നമ്മുടെ ചക്കപ്പൂതൽ തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഇത് നമുക്കൊരു നല്ല ബൗളിലേക്ക് മാറ്റാം. ഇത് എല്ലാവരും രാത്രി ചോറിൻ്റെ കൂടെയാണ് എടുത്തത്. എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. പുതിയൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞു. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചക്കപ്പൂതൽ തോരൻ ഉണ്ടാക്കി നോക്കാം, ഇത്രയും സിമ്പിൾ റെസിപ്പി കൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. അപ്പോൾ എല്ലാവർക്കും ബൈ.